ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ഞാൻ ഇന്ന് വന്നിട്ടുണ്ടല്ലോ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അതായത് യൂട്യൂബ് ചാനലിലുള്ളവർക്കും ഉണ്ടാക്കാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അതായത് നമുക്കൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, അതുപോലെ യൂട്യൂബിൽ ഇമെയിൽ വഴി വരുന്നതായിക്കോട്ടെ, എവിടെ നിന്ന് വരുന്നതായിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരുപാട് റിസ്ക് ഉള്ള കുറേ കാര്യങ്ങൾ, ഫേക്ക് ആയിട്ടുള്ള സ്കാം എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന എല്ലാ ഭാഗവും ഞാൻ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എവിടെയും എഴുതി, നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ അങ്ങനെ അപ്പം ഇങ്ങനെ പറഞ്ഞു പോവാണ്. എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷെ എനിക്ക് എഴുതി വെച്ചിട്ട് വരാനുള്ള സമയമില്ല. അവിടെ ഒരാളിപ്പോൾ എണീക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം വന്നിട്ട് പറയുക തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്തിട്ട് വീഡിയോ ഒക്കെ ചെയ്യണതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ നമുക്കൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ വരുന്ന സമയത്ത് നമുക്ക് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതായത് പ്രൊമോഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മുടെ ചാനലിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് വ്യൂസ് എല്ലാ ഷോർട്സിനും ഇടുന്നതിനൊക്കെ അടുപ്പിച്ച് ഒരു 10, 20, 30 വീഡിയോസിനോളം 10 കേനേക്കാളും മുകളിൽ വ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കുറച്ച് വന്നു തുടങ്ങും. അതിനേക്കാൾ നല്ല നല്ല വ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രൊമോഷൻ അല്ലെങ്കിൽ കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റി ഒക്കെ വരും കേട്ടോ. എനിക്കിപ്പോൾ തൽക്കാലം ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. കാരണം ഞാൻ ഷോർട്സ് ചെയ്യാറില്ല. ലോങ് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പ്രൊമോഷൻ ഒന്നും അധികം കിട്ടില്ല. ഷോർട്സ് ചെയ്യുമ്പോഴാണ് ഷോർട്സ് നല്ലപോലെ ചെയ്ത് നല്ലപോലെ വ്യൂസ് ഉണ്ടെങ്കിലാണ് കേട്ടോ കൂടുതലും പ്രൊമോഷനും അല്ലെങ്കിൽ കൊളാബറേഷനൊക്കെ കിട്ടുക. പിന്നെ ഇൻസ്റ്റഗ്രാമിലാണ് കിട്ടുക. എനിക്ക് ഇൻസ്റ്റഗ്രാമിലും വല്ലാണ്ട് ഫോളോവേഴ്സ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് കുറവ്. പക്ഷേ എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് കുറച്ച് നാൾ മുന്നേ ഞാൻ അടുപ്പിച്ച് ഷോർട്സ് ഒക്കെ ഇട്ട സമയത്ത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ്. പിന്നെ കുറച്ച് കോമൺ സെൻസ് ഉണ്ട്. കുറേ പേർക്കൊക്കെ അബദ്ധം പറ്റുന്നതാണ്. ഞാൻ കോമൺ സെൻസ് ഇല്ല എന്നല്ല കേട്ടോ പറഞ്ഞത്. ചിലർക്ക് അറിയില്ല, അതുകൊണ്ടാണ് അബദ്ധം പറ്റി പോണ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ഇനിയും വലിച്ചിട്ടുള്ള ഗായ്സ് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. നമുക്കുണ്ടല്ലോ, നമ്മളൊരു ബ്രാൻഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇമെയിലൊക്കെ യൂട്യൂബിൽ കൊടുക്കുമല്ലോ. അപ്പോൾ ആ ഇമെയിൽ ത്രൂ ഒക്കെ നമുക്ക് മെയിൽ അയക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് അവർ പറയും, ഫസ്റ്റ് മെസ്സേജ് ഇങ്ങനെ ആയിരിക്കും. അതായത് ഞങ്ങളിങ്ങനെ ഇന്നൊരു ബ്രാൻഡ് ആൾക്കാരാണ്, അവരുടെ പേരും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് പറയും. എന്നിട്ട് അവർ പറയും എന്താ പറയുക, നിങ്ങളായിട്ട് കൊളാബറേഷൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. ബാർട്ടർ കൊളാബറേഷൻ ആണെങ്കിൽ അവർ എടുത്ത് പറയും. അതായത് ഇങ്ങനെ ഒരു ബാർട്ടർ കൊളാബറേഷൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, ഞങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരും, അത് വെച്ചിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ പറയും. അപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മെയിലിന് റിപ്ലൈ അയക്കാം. ചിലർ അവിടെ ഇവിടെ തൊടാണ്ടായിരിക്കും ഫസ്റ്റ് മെയിൽ തന്നെ അയക്കാം. അതായത് ഞങ്ങൾ ഇന്നൊരു ബ്രാൻഡാണ്, നിങ്ങളായിട്ട് കൊളാബറേഷൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെയിൽ റിപ്ലൈ അയക്കാൻ പറഞ്ഞിട്ടായിരിക്കും അയക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ്. നമുക്ക് അറിയില്ലല്ലോ എന്താണ് സംഭവം. ആദ്യം തന്നെ താല്പര്യമുണ്ട്, എനിക്ക് താല്പര്യമുണ്ട് പറഞ്ഞോളൂ, അങ്ങനെയല്ല പറയേണ്ടത്. ഫസ്റ്റ് തന്നെ ചോദിക്കുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് സെൻഡ് ചെയ്യുക. അതായത് എന്ത് പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ എന്താണ് ബാർട്ടർ കൊളാബറേഷൻ അല്ലെങ്കിൽ പേയ്മെൻറ്റ് വന്നിട്ടുള്ള കൊളാബറേഷനാണ് ഉദ്ദേശിക്കണേ എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽസ് അങ്ങോട്ട് ചോദിക്കുക. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറയാം. അപ്പോൾ അവർ പറയും ഞങ്ങളുടെ ഇന്ന, ചിലപ്പോൾ ബ്യൂട്ടി പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ ഇന്ന ബ്യൂട്ടി പ്രൊഡക്റ്റുകളൊക്കെയാണ്, അപ്പോൾ അതുകൾ നിങ്ങൾക്ക് തരാനാണ് ഉദ്ദേശിക്കുന്നത്, ബാർട്ടർ കൊളാബറേഷൻ എന്നുള്ള ഡീറ്റെയിൽസ് അവർ പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ ചോദിക്കേണ്ടത്. അതിനുശേഷം ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരാണോ എന്ന് തിരിച്ചറിയാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അവർ ഫോൺ നമ്പർ, കുറേ പേര് ഫോൺ നമ്പർ ചോദിക്കും. ഫോൺ നമ്പർ കൊടുക്കണോണ്ട് ഒരു പ്രശ്നമില്ല. കാരണം അവർക്ക് നമ്മളെ ചിലപ്പോൾ കോൾ ചെയ്തിട്ട് വലിയ പ്രൊമോഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെ ആണെങ്കിൽ കോൾ ചെയ്തിട്ടായിരിക്കും അവർ സംസാരിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടായിരിക്കും അവർ കൂടുതൽ ഡീറ്റെയിൽസ്. കാരണം ഇമെയിൽ അയക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ, ഇമെയിൽ അങ്ങോട്ട് അയക്കണം ഇങ്ങോട്ട് അയക്കണം. അപ്പോൾ അതിന് പകരം വാട്സപ്പിൽ അയക്കും അവർ മെസ്സേജുകൾ അയക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഫോൺ നമ്പർ ധൈര്യമായിട്ട് കൊടുക്കാം, ഒരു പ്രശ്നമില്ല. നമ്മുടെ ഫോൺ നമ്പർ ഷെയർ ചെയ്തത് കൊണ്ട് നമുക്ക് ഒരു പ്രശ്നവും വരില്ല കേട്ടോ. കാരണം നമ്മളിപ്പോൾ എത്ര പേര് കോൾ ചെയ്യുന്നു, അവർക്കൊക്കെ നമ്മുടെ ഫോൺ നമ്പർ കിട്ടുന്നുണ്ട്. ഫോൺ നമ്പർ വെച്ചാൽ അവർക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്താ പറയുക, ഹാക്ക് ചെയ്യാൻ ഒന്നിനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഫോൺ നമ്പർ നിങ്ങൾ ഷെയർ ചെയ്തോളൂ. അതുപോലെ അഡ്രസ്സും, അപ്പോൾ അവർക്ക് പ്രൊഡക്റ്റ് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് അയക്കണമല്ലോ, നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ അഡ്രസ്സ് നിങ്ങൾക്ക് കൊടുക്കാണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു അഡ്രസ്സ് കൊടുക്കുന്നതിനും ഫോൺ നമ്പർ കൊടുക്കുന്നതിനൊക്കെ മുന്നേ ഫസ്റ്റ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി അവർ തരുന്ന സമയത്ത് ആ ഒരു ബ്രാൻഡിൻ്റെ നെയിം നിങ്ങൾ യൂട്യൂബിൽ തന്നെ ഒന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടോ ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നിങ്ങൾക്ക് വരുന്ന ബ്രാൻഡുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബ്രാൻഡുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് 2-3 വീഡിയോസെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം യൂട്യൂബിൽ. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ആ ഫേക്ക് അല്ലാന്ന് മനസ്സിലാവുള്ളൂ. എന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഫോൺ നമ്പർ അതുപോലെ അഡ്രസ്സൊക്കെ ഷെയർ ചെയ്താൽ മതി. പിന്നെ മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ മെയിൻ കാരണമുണ്ട്. അതായത് 3 പേര് ഇപ്പം എനിക്ക് ഈ ഒരു കാര്യം സംബന്ധിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത്
ഇവർ തന്നെ ഇൻസ്റ്റഗ്രാം ത്രൂ മെയിലായിട്ട് ഫേക്ക് വരുന്നത് ഭയങ്കര കുറവാണ്, സ്കാമൊക്കെ വരുന്നത് ഭയങ്കര കുറവാണ്. പക്ഷേ ഇൻസ്റ്റഗ്രാം ത്രൂ നമുക്ക് ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള പ്രൊമോഷൻ അല്ലെങ്കിൽ കുറേ സ്കാമുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം, ഇവർ നിങ്ങൾ ആരായിക്കോട്ടെ, ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ തരുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ആയിക്കോട്ടെ, ഏതൊരു ബ്രാൻഡ് അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റ പേജ് ആയിക്കോട്ടെ, ഇവർ നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ പാൻ കാർഡിൻ്റെയോ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറോ ഡീറ്റെയിൽസോ അയച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് അങ്ങോട്ട് വെച്ചോ. ഇനിയിപ്പോൾ അവർ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഇത് തരാൻ പറ്റുള്ളൂ എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ അവിടെ വേണ്ട, അവിടെ ഡ്രോപ്പ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ചിലപ്പോൾ അവർ പറയും 5000 രൂപയാണ് ഞങ്ങൾ പേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ പാൻ കാർഡിൻ്റെയും അക്കൗണ്ട് നമ്പറിൻ്റെയും ഡീറ്റെയിൽസ് സെൻഡ് ചെയ്തോളൂ എന്നൊക്കെ ഭയങ്കര കാഷ്വലായിട്ട് പറയും. അപ്പോൾ നിങ്ങളും വിചാരിക്കും ഓക്കെ, അപ്പോൾ 5000 ആണല്ലോ പ്രൊമോഷൻ തരാൻ പോകുന്നത്, ഓക്കെ നിങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട് കേസ്. 3 പിള്ളേർ ഇത് സെയിം കാര്യങ്ങൾ എങ്ങനെ സെയിം ആയിട്ട് അയച്ചു കൊടുത്തെന്ന് എനിക്കറിയില്ല. 3 പെൺപിള്ളേരോളം പാൻ കാർഡിൻ്റെയും അതുപോലെ അക്കൗണ്ട് നമ്പറും IFSC കോഡും എല്ലാം അയച്ചു കൊടുത്തേക്കാം. എന്നിട്ട് എൻ്റെ അടുത്ത് അത് അയച്ചതിന് ശേഷം വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ചേച്ചി എനിക്കിങ്ങനെ ഒരു എന്താ പറയുക ബ്രാൻഡിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ എങ്ങനെ അത് മനസ്സിലാവുക ഫേക്ക് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉണ്ണി അത് ഫേക്ക് ആണെന്ന് അറിയാൻ നമുക്ക് വേറെ വഴിയൊന്നുമില്ല, അവരുടെ ചാറ്റ് അവരെന്താണ് പറയണതെന്ന് വെച്ചിട്ട് നമുക്ക് ചെറുതായി കത്തുന്ന തന്നെയുള്ളൂ, അതുകൊണ്ട് വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഫേക്ക് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് അവർ നിങ്ങളുടെ ബ്രാൻഡ് ഏതാണെങ്കിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കണേ, പേയ്മെൻറ്റ് തരാനാണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ബാർട്ടർ കൊളാബറേഷൻ ആണോ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞത് പേയ്മെൻറ്റ് തരാമെന്നാണ് പറയുന്നത്, 5000 രൂപ പേയ്മെൻറ്റ് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ ഫേക്കല്ലായിരിക്കും, ഒറിജിനലായിരിക്കും, ബാക്കി ഇങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഇല്ല ചേച്ചി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു, അപ്പോൾ അവർ എൻ്റെ അടുത്ത് അക്കൗണ്ട് നമ്പറും പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അയക്കാൻ പറഞ്ഞിട്ട് ഞാൻ അത് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ ഞെട്ടിപ്പോയി, ദൈവമേ പാൻ കാർഡിൻ്റെയും അക്കൗണ്ട് നമ്പർ, എൻ്റെ ദൈവമേ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കവർ ഏത് ഈ ലോകത്തെ ഏറ്റവും വലിയ ബ്രാൻഡാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു പ്രൊമോഷൻ തരുന്നുണ്ടെങ്കിൽ ഒരു കൊച്ചിൻ്റെ കരച്ചിൽ. അപ്പോൾ കേസ് നിങ്ങൾക്കൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ കൊളാബറേഷൻ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ ആ തരുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ പാൻ കാർഡിൻ്റെയോ അക്കൗണ്ട് നമ്പറിൻ്റെയോ ആവശ്യമില്ല. ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ നിങ്ങളുടെ ATM കാർഡിൻ്റെ പിൻ നമ്പറോ അല്ല അതൊന്നും അയച്ചു കൊടുക്കരുത് കേട്ടോ. നിങ്ങളിപ്പോൾ ഞാൻ പറയാനായിട്ട് വിചാരിക്കും പിന്നെ ഇത്ര ബോധമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടോന്ന്. അങ്ങനത്തെ അറിയാത്ത ആൾക്കാരും ഉണ്ട് ഗൈസ്, അറിയാണ്ട് അവർ ഷെയർ ചെയ്ത് പോകും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ പേഴ്സണലായിട്ട് ഡീറ്റെയിൽസ് ഒന്നും അയക്കണ്ട. നിങ്ങൾക്ക് അയക്കാൻ ഒരു പ്രശ്നമില്ലാത്ത കാര്യങ്ങളാണ്. ഒന്ന് ഫോൺ നമ്പർ, രണ്ടാമത്തെ അഡ്രസ്സ്, അതൊക്കെ ഏറ്റവും ലാസ്റ്റാണ് അയക്കേണ്ടത് കേട്ടോ. ചോദിച്ച് വന്നിട്ട് ഓക്കെ അവർ പ്രൊഡക്റ്റൊക്കെ തരാൻ റെഡിയാണ്, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഓക്കെ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സൊക്കെ ഷെയർ ചെയ്യുന്നൊരു കുഴപ്പമില്ല. ഫോൺ നമ്പർ, അഡ്രസ്സ്, അതുപോലെ പേയ്മെൻറ്റ് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, പേയ്മെൻറ്റ് അവർ അയച്ച് തരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ പേയുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ UPI ID വെച്ചിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഹാക്ക് ചെയ്യാൻ ഒന്നിനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഫോൺ നമ്പർ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, ഫോൺ നമ്പർ ഷെയർ ചെയ്യാത്ത ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ UPI ID ആണ്. അതാകുമ്പോൾ ആ UPI ID വെച്ചിട്ട് അവർക്ക് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഫോൺ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ ഫോൺ നമ്പർ വെച്ച് ഗൂഗിൾ പേ ചെയ്താൽ മതി. അപ്പോൾ UPI ID ആവശ്യമില്ല. ഇനിയിപ്പോൾ അഥവാ ഫോൺ നമ്പർ ഇല്ല, മെയിൽ ത്രൂ ആണ് നിങ്ങൾ അങ്ങോട്ടും മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരാൻ വേണ്ടി നിങ്ങളുടെ UPI ID ആണ് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ UPI ID അയക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ പറയും UPI ID ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പറയും UPI ID പറ്റില്ല, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ തന്നെ ഷെയർ ചെയ്യണം, അങ്ങനെ പറയും. നിങ്ങൾ പറയാം ആണോ, എന്നാൽ നമ്മൾ ഇൻട്രസ്റ്റഡ് അല്ല എന്ന് തന്നെ പറഞ്ഞോളൂ ഗൈസ്. അല്ലാണ്ട് നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകണ്ട. ഓക്കെ, നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ വേറെ പ്രൊമോഷനൊക്കെ വരില്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടിയിട്ട് വേണ്ട, അങ്ങനെയല്ല ചെയ്യണം. അത് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. നമ്മുടെ ഒരു ജോലിയുടെ ഭാഗം പോലെ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇങ്ങനെ അക്കൗണ്ട് നമ്പർ ചോദിക്കണ സമയത്ത് നമുക്ക് ചിന്തിക്കാവുന്നുള്ളത് ഫേക്ക് ആണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും അയക്കാതിരിക്കുക, അതാണ് എനിക്ക് ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഫേക്ക് ആണോ അല്ലെന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് വേറെ വഴിയൊന്നുമില്ല ഗൈസ്. ഇതൊക്കെ തന്നെ നമ്മൾ അവരുടെ ആ ഒരു ടോക്കിങ്, ആ ഒരു സ്റ്റൈൽ, അതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഫേക്ക് ആണോ സ്കാം ആണോ എന്നൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ഉൾപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്തത്. ഇനിയിപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഇനി കുറേ ഡൗട്ടുകളൊക്കെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യണതാണ്. അപ്പോൾ ഇങ്ങനെ മണ്ടത്തരമൊന്നും ആരെയും ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ ഒരു കുഞ്ഞു കാര്യം പറയാനായിട്ട് വന്നത് കേട്ടോ. ഉണ്ണിയോടെ കരഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ പോട്ടെ, നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ കാണുന്നതായിരിക്കും. ചാച്ചാ.